കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് കോട്ടയത്ത് വെച്ച് നടന്ന ധ്യാനത്തിൽ ഒരു അധ്യാപികയാണ്, ഭാര്യ അധ്യാപിക, ഭർത്താവ് അധ്യാപകൻ, സ്വന്തം അപ്പനെയും അമ്മേനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെ ചേട്ടൻ്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസങ്ങൾ താമസിച്ചു. അവിടെ നിന്ന് പ്രശ്നം കാരണം വീണ്ടും അപ്പനും അമ്മയും വീട്ടിലേക്ക് തിരികെ വന്നു. ബാഗും ഒക്കെ തൂക്കി വീടിൻ്റെ തിണ്ണയിൽ വരാന്തയിൽ വന്നിരുന്നു. അതിനുശേഷം ഒരു കടുത്ത തീരുമാനം സ്വന്തം മകൻ എടുക്കുകയാണ്. 2 നിലയാണ് വീട്. മുകളിലത്തെ നിലയിൽ ഭാര്യയും ഭർത്താവും മകനും, അതായത് ഈ അപ്പൻ്റെയും അമ്മയുടെയും മകനും താമസിക്കുന്നു. താഴത്തെ നിലയിൽ അപ്പനും അമ്മയും താമസിക്കുന്നു. മുകളിലത്തെ നിലയും താഴത്തെ നിലയും തമ്മിലുള്ള ബന്ധം, ആ സ്റ്റെയർ കേസിൻ്റെ ബന്ധം അങ്ങ് വിച്ഛേദിച്ചു, അവിടെ അങ്ങ് അടച്ചു. എന്നിട്ട് പുറത്തുനിന്ന് കയറാനുള്ള സ്റ്റെപ്പ് പിടിപ്പിച്ചിട്ട് രണ്ട് വീടായി താമസിക്കുന്നു. അവിടെ താഴെ അപ്പനും അമ്മയും മരിച്ചാലും ജീവിച്ചാലും കുഴപ്പമില്ല, മേലിൽ ഞങ്ങൾ സുഭിക്ഷമായിട്ട് ജീവിക്കും. പ്രിയപ്പെട്ടവരെ, എതിരാളി ആരായി മാറി? അപ്പനും അമ്മയുമായി മാറി. അപ്പനെയും അമ്മയുടെ എതിരാളി ആരായി മാറി? മക്കളായി മാറി. എന്നാൽ വചനം പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. എഫെസോസ് ലേഖനം പറയുകയാണ്, 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഉറക്കെ വായിച്ചു. എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. ഹലോ, പലപ്പോഴും നമ്മൾ യുദ്ധം ചെയ്യുന്നത് മക്കളോടാണ്, ഭാര്യയോടാണ്, മാതാപിതാക്കളോടാണെങ്കിൽ ദൈവവചനം പറയുക, നോ, നിന്റെ കുടുംബം സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹിക്കാത്തത് പിശാചാണ്. നിന്റെ കുടുംബജീവിതം പരാജയത്തിലേക്ക് തള്ളിവിടുന്നത് പിശാചിന്റെ കെണിയാണ്. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? ഭാര്യയോടല്ല, മക്കളോടല്ല, ഭർത്താവിനോടല്ല, പിന്നെ ആരോടാ? അപ്പോൾ സ്നേഹിതരെ, നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം, ഞാൻ ഇന്ന് എൻ്റെ കുടുംബത്തിൽ കലഹമുണ്ടാക്കുവാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ചിന്തിക്കണം, ഇല്ല, എൻ്റെ പങ്കാളിയല്ല ഈ പ്രശ്നത്തിന് കാരണം, ഇതിൻ്റെ പുറകിൽ ഒരുവനുണ്ട്. അവൻ മറഞ്ഞിരുന്ന് എൻ്റെ കുടുംബം തകർക്കാനുള്ള പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ മക്കള് വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്നു, ഞാൻ അവനെ അല്ലെങ്കിൽ അവളെ എന്നും വഴുക്ക് പറയുന്നു, ബഹളമുണ്ടാക്കുന്നു, ഒരു കാര്യമില്ല, തിരിച്ചു വരില്ല. ഒറ്റ കാര്യം ചിന്തിക്കണം, എൻ്റെ മക്കളുടെ ഭാവിയെ തകർക്കുന്നത് എൻ്റെ വാക്കുകളോ അവൻ്റെ പ്രവൃത്തികളോ അല്ല, പിന്നെ ആരാണ്? അതിൻ്റെ പുറകിൽ ഒരുവൻ മറഞ്ഞിരിക്കുന്നുണ്ട്. അവനാണ് ദുഷ്ടൻ അഥവാ പിശാചെന്ന്, പുരാതന സർപ്പം എന്ന് വിളിക്കുന്നവനുമായ സാത്താൻ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ട് വചനം നമ്മൾ ശ്രവിക്കുമ്പോൾ ദൈവവചനം പറയുകയാണ്, നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് മാംസത്തോടും രക്തത്തോടുമല്ല. എന്താണ് മാംസത്തോടും രക്തത്തോടും എന്ന് പറഞ്ഞാൽ? മനുഷ്യരോടല്ലെന്ന്. ആരോടൊന്നല്ല? മനുഷ്യരോടല്ല യുദ്ധം ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം നമുക്ക് തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. നമുക്ക് കുടുംബത്തിലും സമൂഹത്തിലും ലോകത്തിലും സഭയിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യരല്ലെന്ന്. നമുക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പൈശാചിക തിന്മയുടെ അജ്ഞാത ലോകമാണ്, നാരകീയ ശക്തിയുടെ അദൃശ്യ ലോകമാണ്. ചേർന്ന് പറഞ്ഞ് വലതുകരമുയർത്തി ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയുടെ മധ്യേ വിശ്വാസ പ്രമാണത്തിൽ നമ്മളൊരു പാട്ട് പാടുന്നുണ്ട്, ദൃശ്യലോകമെന്നപ്പോൾ അദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ. അപ്പൊ ലോകത്തിൽ ദൃശ്യലോകം പോലെ തന്നെ പിന്നെ എന്ത് ലോകമുണ്ട്? പറഞ്ഞേ, എന്ത് ലോകമുണ്ട്? അദൃശ്യ ലോകവുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇവിടെ ഇരുന്ന് ഈ ധ്യാനത്തിൽ, ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് പരസ്പരം കാണാൻ പറ്റുന്നത് പോലെ നമുക്ക് നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത അരൂപിയുടെ ഒരു ലോകം ഈ ആലയത്തിനും ഈ ദേശത്തിനും എല്ലാ രാജ്യങ്ങൾക്കും ഈ ഭൂമിക്ക് ചുറ്റും ഒക്കെ വലയം വെക്കുന്നുണ്ട്. ഒരു അദൃശ്യ ലോകം. അവിടെ ഒരു യുദ്ധവും നടക്കുന്നുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം, ഇല്ലെങ്കിൽ സ്വർഗവും നാരകീയ ശക്തിയുടെ ലോകവും തമ്മിലുള്ള ഒരു യുദ്ധം. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞ് ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഇതറിയാതെയാണ് മനുഷ്യർ തമ്മിലടിക്കുന്നത്. ഇതറിയാതെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലടിക്കുന്നത്. ഇതറിയാതെയാണ് സ്കൂളിലും കോളേജിലും മക്കൾ വഴിതെറ്റി പോകുന്ന ബന്ധങ്ങളിലേക്കെല്ലാം പോകുന്നത്.
അപകടങ്ങളിലേക്ക്, കൊലപാതകങ്ങളിലേക്ക് ഒക്കെ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ കാര്യം തിരിച്ചറിയണം, നമ്മുടെ ശത്രു ആരാണ്? സാത്താനാണ്. പ്രിയപ്പെട്ടവരെ, ഇനി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നിങ്ങൾ ഇനിയുള്ള സമയം വളരെ ശ്രദ്ധിച്ചിരിക്കണം. ആരാണ് സാത്താൻ എന്നാണ് നമ്മൾ പഠിക്കാൻ. നമ്മൾ ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ആരെ തിരിച്ചറിയണം പറഞ്ഞത്? ശത്രുവിനെ തിരിച്ചറിയണം. ശത്രു ആരാണെന്നാണ് പറഞ്ഞത്? സാത്താനാണ്. 2 കൊരിന്ത്യർ 2:11 വചനം പറയുന്നു, എന്നാൽ നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് അജ്ഞരായിരിക്കരുത്. അജ്ഞരല്ലല്ലോ. അപ്പോ എതിർ ശക്തിയുടെ, സാത്താന്റെ ശക്തികളുടെ തന്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയാമോ, ഈ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ 2 ടീമുകളായി തിരിയുമ്പോൾ ഈ ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ലീഡർ അല്ലെങ്കിൽ ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ക്യാപ്റ്റൻ പറയും, കളിക്കളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എതിർ ടീമിൻ്റെ വീക്ക്നെസ്സുകൾ തിരിച്ചറിയണം. എതിർ ടീമിൻ്റെ പരാജയപ്പെടുത്താൻ സാധ്യതയുള്ള തന്ത്രമേഖലകളെ തിരിച്ചറിഞ്ഞു വേണം അവരോട് കളിക്കാൻ ഇറങ്ങാൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പിശാചിനെ നമ്മളൊന്ന് അറിയാനായിട്ട് ശ്രമിക്കുകയാണ്. പിശാചിനെ ഒന്ന് അറിയാൻ, അവൻ്റെ പരാജയം, അവൻ്റെ ശക്തി, അവൻ എവിടെ നിന്ന്, അവൻ ആര്, വേഗത്തിൽ നമ്മളൊന്ന് കേട്ടുപോവുകയാണ്. വലിയൊരു വിഷയമാണ്. ഏതാണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുക്കേണ്ട ഒരു ഡീപ്പായിട്ടുള്ള ഒരു ക്ലാസ്സിനെ ഏറ്റവും ഷോർട്ടായിട്ട് നിങ്ങളോട് പറയുകയാണ്. ആരാണ് സാത്താൻ? സാത്താൻ യഥാർത്ഥത്തിൽ ആരുടെ സൃഷ്ടിയാണ്? അവൻ എവിടെ ഉണ്ടായിരുന്നതാണ്? ദൈവത്തിൻ്റെ മാലാഖ ഗണങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിച്ചിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവം സ്നേഹിച്ചിരുന്ന മാലാഖയാണ് ആര്? ലൂസിഫർ എന്ന് പറയുന്നവൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂസിഫർ എന്നാൽ അതിന് മറ്റൊരു പേരും കൂടെ പറയും, ഉഷസിന്റെ പുത്രൻ. എന്തിന്റെ പുത്രനാണ്? പ്രകാശത്തിന്റെ പുത്രൻ. അങ്ങനെയാണ് ലൂസിഫറിനെ കുറിച്ച് വിളിക്കുക. അവൻ്റെ ഒരു വിളിപ്പേരായിരുന്നു പ്രകാശത്തിന്റെ പുത്രൻ. ഇനി ഈ പിശാച് എന്തിനാ നമ്മളോട് യുദ്ധം ചെയ്യുന്നത്? പിശാചിന് വേണമെങ്കിൽ ദൈവത്തോട് യുദ്ധം ചെയ്താൽ പോരെ, നമ്മളോട് എന്തിനാ യുദ്ധം ചെയ്യുന്നത്? കേൾക്കത്തില്ല. അല്ല, നമ്മളെ ദൈവത്തെ തമ്മിൽ അകറ്റിയത് കൊണ്ട് അവൻ എന്താ ലാഭം? ഞാൻ ഇവിടെ ഇരിക്കുന്ന ആ ബ്രദറും ഞാനും തമ്മിൽ പരസ്പരം അടുത്ത് സംസാരിക്കുന്നു, കൂട്ടുകൂടുന്നു. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അല്ല, ഞാനും ആ വ്യക്തി തമ്മിൽ നല്ലൊരു സൗഹൃദത്തിൽ പോകുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമില്ല. അല്ല, ഞാനും ദൈവവും തമ്മിൽ സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോകുന്നതിന് പിശാചിന് എന്താ കുഴപ്പം? അത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ചെറിയ കാര്യമല്ല പറയുന്നത്. അത്യാവശ്യം ശ്രദ്ധിച്ചിരുന്നാൽ പിശാചിൻ്റെ തല തകർക്കുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മളെപ്പോഴും വലിയ ഡെലിവറൻസ് പ്രാർത്ഥനയും സങ്കീർത്തനം 91 ഒക്കെ ചൊല്ലാറുണ്ടല്ലോ അല്ലേ? അരൂപികളുടെ ലോകത്തിൽ നിന്ന് പിശാചിനെ അട്ടിപ്പായിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ധൂപാർപ്പണങ്ങളും വിശുദ്ധജലം തളിച്ചു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് അവൻ നമ്മളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്? അതിൻ്റെ കാരണം പറയാൻ പോവാണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ സ്വർഗത്തിൽ ഏദൻ തോട്ടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ അല്ലേ? ഈ ഏദൻ തോട്ടം ആരുടെ പേരിലാണ്? ആർക്ക് വേണ്ടിയുള്ളതാണ് ഏദൻ തോട്ടം? ആർക്ക് വേണ്ടിയുള്ളതാണ്? ആദത്തിൻ്റെയും. അപ്പം ഈ ഏദൻ തോട്ടത്തിൻ്റെ ആധാരം ആരുടെ പേരിലായിരിക്കും എഴുതിയിരിക്കുന്ന? ദൈവം ആരുടെ പേരിലായിരിക്കും? അതിൻ്റെ മുന്നാധാരവും പിന്നാധാരവും അടിയാധാരവും ഒക്കെ തപ്പിയാലും ആരുടെ പേരിലായിരിക്കും? ഏദൻ തോട്ടത്തിൽ അവകാശി ആദവും ഹവ്വായും ആണെന്ന് ഉറപ്പുള്ളവരെന്ന് കരമുയർത്തിക്ക്. ഓക്കെ, കുറച്ച് പേരുണ്ട്.
ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ വീട് നിങ്ങളുടെ സ്വന്തമാണ്. ഓക്കെ, ചിലപ്പോൾ വാടക വീടായിരിക്കാം, വാടക കൊടുക്കുന്ന വീടായിരിക്കാം. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പുതിയ താമസക്കാർ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വഴക്കുണ്ടാകുമോ? കേസ് കൊടുക്കുമോ? കേസിലേക്കൊന്നും പോകില്ല, അത് ഞങ്ങൾ തന്നെ അങ്ങ് കൈകാര്യം ചെയ്യും അല്ലേ. പ്രാർത്ഥനയും ധ്യാനമൊക്കെ ഒരു വഴിക്ക് നിൽക്കും. ഞങ്ങളുടെ വീട്ടിൽ ഇനി നിങ്ങളുടെ മുറിക്ക് ഒരാൾ അവകാശം പറഞ്ഞാൽ വീടിൻ്റെ അകത്തുള്ള നിങ്ങളുടെ ആ പ്രത്യേക മുറികൾക്ക് കൂടെ, പ്രിയപ്പെട്ടവരെ, ദൃശ്യലോകം പോലെ തന്നെ എന്ത് ലോകമുണ്ട്? അദൃശ്യ ലോകമുണ്ട്. നമുക്ക് ചുറ്റും അരൂപികളുടെ ലോകമുണ്ട്. ഏത് അരൂപിയാണെന്ന് അറിയാമോ? ദൈവാരൂപിയുണ്ട്, പിന്നെ എന്തരൂപിയുണ്ട്? ദുഷ്ടാരൂപിയുണ്ട്. ഈ ദുഷ്ടാരൂപികൾക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സ്തുതിപ്പ്. ദുഷ്ടാരൂപികൾക്ക് ഏറ്റവും കൂടുതൽ അലർജിയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നതാണ് എന്ത്? സ്തുതിപ്പ്. പ്രത്യേകിച്ച് ഭാഷാപരത്തോടെ സ്തുതിക്കുമ്പോൾ ദുഷ്ടാരൂപികൾ ഒരു ദേശത്തുനിന്ന്, ഒരു സ്ഥലത്തുനിന്ന്, ചില ഇടങ്ങളിൽ നിന്ന് മാറിപ്പോകും. നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തോടെ സ്തുതിക്കട്ടെ, അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. എല്ലാ അരൂപികളും മാർഗീയ ശക്തികളും പ്രഭുത്വങ്ങളും ആധിപത്യങ്ങളും വചനത്തിന്റെ ശക്തി എഴുന്നള്ളി വന്ന് എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ചിഹ്നവിലമാണ്. 2:14, 33:15, 2 മക്കബേർ 8:18, മത്തായി 10:19. വചനത്തിന്റെ ശക്തിയാൽ തിന്മയുടെ അരൂപികള് പകർന്നു വരട്ടെ. യേശുനാമത്തിൽ, യേശുനാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഈ ഏദൻ തോട്ടം ആരുടെ പേരിലാണ് ആധാരം ചെയ്തിരിക്കുന്നതെന്ന്? ആദത്തിൻ്റെയും ഹവ്വയുടെയും പേരിലാണെന്നാണ് നമ്മളുടെ വിശ്വാസം എന്നേ ഞാൻ പറയൂ. അതിൻ്റെ മുന്നാധാരം എടുത്ത് നോക്കിയാൽ, എന്താധാരം? മുന്നാധാരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് വേറൊരു അവകാശിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം ഞാനൊന്ന് വേഗം വായിക്കാം. അപ്പോൾ ആ അവകാശി ആരാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടും. ഞാൻ വായിക്കുകയാണ്. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നീ അഹങ്കാര തള്ളൽ കൊണ്ട് നീ പറഞ്ഞു, ഞാൻ ദേവനാണ്. സമുദ്രമധ്യേ ദേവന്മാരുടെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്നു. എന്നാൽ നീ ദൈവത്തെ പോലെ ബുദ്ധിമാനെന്ന് തന്നെ തന്നെ കണക്കാക്കുന്നുവെങ്കിലും നീ ദൈവമല്ല. ഇതാരെ കുറിച്ച് പറഞ്ഞതാണ്? ഇനി അതിൻ്റെ താഴേക്ക് അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുവാണ്. ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു, പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഭരിച്ചു, വ്യാപാരത്തിലുള്ള നിന്റെ വലിയ അറിവ് മൂലം നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു. ആകയാൽ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നീ നിന്നെ തന്നെ ദൈവത്തെ പോലെ ജ്ഞാനിയായി കണക്കാക്കി. ഇതാരെ കുറിച്ച് പറയുന്നതാണ്? ഇത് ലൂസിഫറിനെ കുറിച്ച് പറയുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? അവൻ തന്നെ തന്നെ ആരേക്കാൾ വലിയവനായി കണ്ടു? ദൈവത്തെക്കാൾ വലിയവനായി കണ്ടു. എന്നാൽ ഈ ലൂസിഫറിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മളത് പറയും. നമ്മളുടെ ശത്രുവിനെയും അവൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ അറിയണോ വേണ്ടേ? അറിയണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28, നിങ്ങളതിൻ്റെ 4 തൊട്ട് ഒന്നുകൂടി ഒന്ന് വായിക്കുകയാണ്. പിശാചിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായും നീ ദാനിയേലിനേക്കാൾ ബുദ്ധിമാനാണ്. ആരേക്കാൾ ബുദ്ധിമാനാണ്? ദാനിയേലിനേക്കാൾ. ലൂസിഫറിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് ബുദ്ധി. എന്താണ്? ബുദ്ധി. പിശാചിൻ്റെ ഏറ്റവും വലിയ ഒരു വെപ്പൺ, ആയുധമാണ് ബുദ്ധി. എവിടെയെല്ലാം നമ്മുടെ മാനുഷിക ബുദ്ധി ഉയർന്നു വരുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ പരാജയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
വചനം ഇപ്രകാരം പറയുന്നു, അവരുടെ വിശ്വാസരാഹിത്യ നിമിത്തം യേശുവിന് അവരുടെ ഇടയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അവർക്ക് അവിടെ യേശുവിനൊന്നും ചെയ്യാൻ പറ്റാത്തതെന്ന്? വിശ്വാസരാഹിത്യ നിമിത്തം. ഈ വിശ്വാസരാഹിത്യം എന്ന് പറയുന്നതിൻ്റെ പ്രവൃത്തിയുടെ പുറകിൽ കിടക്കുന്ന എന്താണെന്നറിയാമോ? ബുദ്ധി. അതിൻ്റെ പുറകിലുള്ളത്, ബുദ്ധിയുടെ പുറകിൽ കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സംശയപ്രകൃതി. എന്താണ്? സംശയപ്രകൃതി. എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുമോ എന്നുള്ള ഏറ്റവും വലിയ സംശയം ദൈവത്തെയും നമ്മളെയും തമ്മിൽ അകറ്റും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പിശാചിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് എന്ത്? ബുദ്ധി. നിങ്ങളെ ഏതെങ്കിലും വ്യക്തികൾ ദൈവത്തെക്കാൾ ഉപരി ബുദ്ധിയുടെ ഉപദേശം സ്വീകരിപ്പിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നുവെങ്കിൽ ആ ബന്ധങ്ങളെ നിങ്ങൾ അല്പം ഒന്ന് മാറ്റി നിർത്തണമേ. പ്രാർത്ഥനയിലൂടെ, ദൈവപരിപാലനയിലൂടെ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും നീ എന്ത് സമ്പാദിച്ചു എന്നാണ് പറയുന്നത് വചനം? ധനം സമ്പാദിച്ചു. ഇനി പിശാചിന്റെ രണ്ടാമത്തെ വലിയ അവന്റെ ആയുധമാണ് ധനം. എന്താണ്? ധനം. അപ്പൊ പിശാചിന്റെ കയ്യിൽ അവൻ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്നതിന് കാരണം ഇതാണ്, ധനം. ഇനി വചനം പറയുകയാണ്, ധനമോഹമാണ് സകല തിന്മകളുടെയും അടിസ്ഥാന കാരണം. പ്രൈസ് ദി ലോർഡ്. ധനമോഹമാണ് സകല തിന്മകളുടെയും അടിസ്ഥാന കാരണം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, പണ്ടത്തെ മനുഷ്യർക്ക് ഇത്രയും വക്രതയില്ലായിരുന്നു. പണ്ടത്തെ മനുഷ്യർക്ക് ഇതുപോലെ ക്രൂരതകളില്ലായിരുന്നു. പണ്ടത്തെ മനുഷ്യർക്ക് അല്പമെങ്കിലുമൊക്കെ പരസ്പര സ്നേഹവും സഹവർത്തിത്വവും ഉണ്ടായിരുന്നു. ഇന്നതില്ല. കാരണം എന്താണെന്നറിയാമോ? സമ്പത്തിനു വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ പലതും മനുഷ്യൻ മറക്കുന്നു. ബന്ധങ്ങൾ മറക്കുന്നു, അധികാരങ്ങൾ മറക്കുന്നു. പ്രിയപ്പെട്ടവരെ, സകലതും മറന്ന് സമ്പത്തിനു വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിലേക്ക് ലോകവും എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ആരുടെ കയ്യിലുള്ള ഉൽപ്പന്നമാണെന്ന്? സമ്പത്ത് ആരുടെയായിരുന്നു? അവൻ്റെ ആയുധങ്ങളെക്കുറിച്ചാട്ടോ പറയുന്നത്. അവൻ്റെ ആയുധങ്ങളെക്കുറിച്ച് വീണ്ടും താഴേക്ക് വായിച്ചു. വ്യാപാരത്തിലുള്ള നിന്റെ വലിയ അറിവ് മൂലം സമ്പത്ത് വർദ്ധിപ്പിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അവനെക്കുറിച്ച് പറയുകയാണ്. അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28:11 തൊട്ടെടുത്ത് വായിക്കുമ്പോഴാണ് ഈ പിശാച് ആരാണെന്നും അവന്റെ ശക്തി എന്താണെന്നും നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. നീ പൂർണ്ണതയ്ക്ക് മാതൃകയായിരുന്നു. ഹലോ, പിശാചും ലൂസിഫർ എന്ന് വിളിക്കുന്നവരുമായ സാത്താൻ സ്വർഗത്തിൽ നിന്ന് വീണു പോകുന്നതിന് മുമ്പ് പിശാചും ലൂസിഫറുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ലൂസിഫറായി മാറുമ്പോൾ, അല്ലെങ്കിൽ ലൂസിഫർ പിശാചായി മാറുന്നതിന് മുമ്പ്, സാത്താനായി മാറുന്നതിന് മുമ്പ് സ്വർഗത്തിലായിരുന്നപ്പോൾ അവൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണ്. അവൻ പൂർണ്ണതയ്ക്ക് ആരായിരുന്നു? പൂർണ്ണതയ്ക്ക് മാതൃകയായിരുന്നു. ഹലോ, എൻ്റെ ചോദ്യം ഇതാണ്, ആരാണ് പൂർണ്ണൻ? പറ. ഈ തൊട്ടപ്പുറത്ത് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു കടലാസിൽ എന്തെങ്കിലും എഴുതിയിട്ട് ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പറയും, ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി വേണമെന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ കോപ്പി എടുത്തു തന്നത് നോക്കിയാൽ പേനയ്ക്കൊരു മാർക്ക് അറിയാതെ എങ്ങാനും കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ ആ മാർക്കും ആ ഫോട്ടോ കോപ്പിയിൽ വരുമോ? ഇല്ലേ? വരും. അത് പൂർണ്ണതയ്ക്ക് എന്താണ്? മാതൃകയാണ്. എന്ത്? ഫോട്ടോസ്റ്റാറ്റ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ പൂർണ്ണതയ്ക്ക് മാതൃകയായിരുന്നെന്ന് ആരെക്കുറിച്ച് പറയുകയാണ്? പറയൂ. അപ്പൊ ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞ് ദൈവം തൻ്റെ എല്ലാ രഹസ്യങ്ങളും അവനോട് പങ്കുവെച്ച് ദൈവത്തിന്റെ ഹൃദയത്തിൽ കയറ്റി വെച്ചിരുന്ന ആളായിരുന്നു ആര്? ലൂസിഫർ. അവനറിയാത്തൊരു രഹസ്യം ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ദൈവത്തിന് ഇഷ്ടമായിരുന്നെന്ന്. ഇനി പറ, ദൈവത്തെ പോലെ ഇതുപോലെ ദൈവത്തോടൊപ്പം ഒട്ടിയിരുന്നവനായ പിശാചിനെ അവനെ നമുക്ക് നിസ്സാരനായി കാണാൻ പറ്റുമോ? ഇല്ല.
അവൻ്റെ കയ്യിൽ അവൻ ശക്തനാണ്, പക്ഷെ സർവശക്തനല്ലെന്ന് മാത്രം. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നീ പൂർണ്ണതയ്ക്ക് മാതൃകയായിരുന്നു. ഇനി താഴേക്ക് വായിച്ചു. അടുത്ത പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം കേട്ടോണം, വിജ്ഞാനം തികഞ്ഞവൻ എന്നാണ്. ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ജ്ഞാനവും വിജ്ഞാനവും, വിജ്ഞാനം എന്ന് പറയുന്നത് ലോകത്തെക്കുറിച്ചുള്ള അറിവാണെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള അറിവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ലോകത്തിന്റെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ, അതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ടെക്നോളജി. എന്താണ് ടെക്നോളജി? വിപ്ലവകരമായ അനേകം കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യകളും എല്ലാം ഇന്ന് ഈ കാലഘട്ടത്തിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാമോ, ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദത്തെയും ഹവ്വായെയും പുറത്താക്കിയ, ഞാൻ എപ്പോഴും ഇവിടെ ക്ലാസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടോന്ന് എൻ്റെ ഓർമ്മ. പിശാചിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിൽ ഒന്നാണ് മൊബൈൽ ഫോൺ. ആദത്തെയും ഹവ്വായെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് മൊബൈൽ ഫോണാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരിക്കൽ പരിശുദ്ധാത്മാവ് ബസ്സിൽ എറണാകുളത്ത് നിന്ന് ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് വേറെ എവിടെയും കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത് എൻ്റെ കാതിൽ പറഞ്ഞു തന്നൊരു കാര്യമാണ്. ആ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദത്തിനും ഹവ്വായ്ക്കും സ്വർഗം നഷ്ടപ്പെടാൻ കാരണം മൊബൈൽ ഫോണാണെന്ന്. അത് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞു തരാൻ. അങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകത്തിൽ അതിനെക്കുറിച്ച്, മൊബൈലിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. എന്നാൽ പിന്നെ ബൈബിൾ എടുത്ത്, ഉൽപ്പത്തി എടുത്ത് വായിക്കാമെന്ന് കരുതി തോളത്ത് കിടന്ന ബൈബിൾ എടുത്ത് തുറന്ന് വായിച്ചപ്പോൾ ഉൽപ്പത്തി 3:6 ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ആ വൃക്ഷത്തിൻ്റെ പഴത്തിന് 3 പ്രത്യേകത. ഒന്ന്, കണ്ണിന് കൗതുകം. എന്തിന് കൗതുകം? രണ്ടാമത്തത് ആസ്വാദനം. എപ്പോഴും എൻ്റർടൈൻമെൻറ്റ് നൽകിക്കൊണ്ടിരിക്കുമെന്ന്. അപ്പം മരിച്ചാൽ അമ്മ മരിച്ചാലും ഒരു പ്രശ്നമില്ലെന്ന്, ഫോൺ കയ്യിലുണ്ടെങ്കിൽ. അപ്പനോ അമ്മയെങ്ങാനും മരിക്കാൻ നേരത്തെങ്ങാനും ഈ പോക്കറ്റിൽ നിന്നെങ്ങാനും ഈ ഫോൺ കുഴിയിലേക്ക് ചാടിയാൽ ഉറപ്പായിട്ടും കുഴി രണ്ടാമത്, സംശയമില്ല. ആസ്വാദനം. മൂന്നാമത്തത് അറിവേകാൻ കഴിയും. എന്ത് കിട്ടുമെന്ന്? അറിവ്. ഗൂഗിളിനകത്ത് എന്തിരിപ്പുണ്ടെന്ന്? അറിവിരിപ്പുണ്ടെന്ന്. എല്ലാ അറിവുകളും എവിടെ ഇരിപ്പുണ്ടെന്ന് ഗൂഗിളിനോട് ചോദിച്ചാൽ മതിയെന്ന്. അപ്പം 3 പ്രത്യേകതയാണ് ആദവും ഹവ്വായും കഴിച്ച പഴത്തിനുള്ളത്. കണ്ണിന് കൗതുകം, ആസ്വാദനം, അറിവേകാൻ കഴിയും. ഈ 3 പ്രത്യേകതയുള്ളൂ എന്തിനും? മൊബൈൽ ഫോണിനും. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണേ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഏദൻ തോട്ടത്തിലെ ഈ അവസ്ഥ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ മൊബൈലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാൻ, വേദപാഠ ക്ലാസ്സിലെ 1-ാം ക്ലാസ്സിലെ സൺഡേ സ്കൂളിൽ പുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഞാനെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ആദ്യത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത് ആദത്തിൻ്റെയും ഹവ്വായുടെയും ചിത്രമാണ്. ഞാൻ ചോദിച്ചു, ഇവിടെ എവിടെയാണ് കർത്താവേ മൊബൈൽ ഫോണ്? കർത്താവ് പറഞ്ഞു, സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. പിശാച് അങ്ങനെയാണ്, അവൻ ചില കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കും. ഞാൻ വീണ്ടും സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആദത്തിൻ്റെയും ഹവ്വായുടെയും പുറകിലൊരു മരം. സൺഡേ സ്കൂളിലെ 1-ാം ക്ലാസ്സിലെ വേദപാഠ പുസ്തകത്തിലെ ഏറ്റവും ആദത്തിൻ്റെ ഹവ്വായുടെയും പുറകിലൊരു മരം, മരത്തിൽ ഒരു പാമ്പ് തൂങ്ങിക്കിടപ്പുണ്ട്. ശരിയാണോ? അതിൻ്റെ ഇപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ എവിടെയാണ് ഫോണ്? വീണ്ടും മൊബൈൽ ഫോൺ എവിടെയാണ് കർത്താവെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, സൂക്ഷിച്ച് നോക്കാൻ. അങ്ങനെ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ടു, ഈ ഹവ്വ ആദത്തിന് കൊടുക്കുകയാണ്, പഴം കൊടുക്കുകയാണ്. കുറച്ച് കടിച്ചിട്ടാണോ കൊടുക്കുന്നത്, കടിക്കാതെയാണോ കൊടുക്കുന്നത്? അല്പം കഴിച്ചിട്ടാണോ കഴിക്കാതെയാണോ കൊടുക്കുന്നത്? അപ്പം ഞാൻ ഈ പഴത്തിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ടു, ഏതാണ്ട് കടിച്ച ആപ്പിളിൻ്റെ ഷേപ്പുണ്ട്. കർത്താവിനോട് ചോദിച്ചു, ഈ പഴത്തിൻ്റെ ഷേപ്പുള്ള ഏതെങ്കിലും മൊബൈൽ ഫോൺ കമ്പനി നിനക്കറിയാമോ? ഞാൻ പറഞ്ഞു, കർത്താവേ, ആപ്പിൾ ഐഫോൺ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി പറ, ആ പഴം തന്നെയല്ലേ ഈ പഴം? ആണോ? ടെക്നോളജി അവൻ്റെ കയ്യിലുണ്ട്. ടെക്നോളജി അവൻ്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ടവരെ, സാങ്കേതിക വിദ്യകൾ കൊണ്ട് ലോകത്തെ തലകീഴ്മേൽ മറിച്ച് അവൻ പിശാചിന്റെ ലോകം ഈ ഭൂമിയിൽ സംജാതമാക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും അവൻ ഇന്ന് ലോകത്ത് ഒരുക്കി കഴിഞ്ഞു. അതിനുവേണ്ടി യുവതലമുറകളെയും കുഞ്ഞുങ്ങളെയും അവൻ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഈ കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് വലിയൊരു യുദ്ധം, ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ അനേകം കുഞ്ഞുങ്ങളുടെ തലയറുത്തു.
അനേകം കുട്ടികളുടെ തലയറുത്ത് മാറ്റി മാംസ കഷ്ണങ്ങളാക്കി വെച്ചു. നിങ്ങൾ പറയണം, ഇത് തലയറുത്ത് വെച്ച കുഞ്ഞുങ്ങളുടെ മാംസ കഷ്ണങ്ങളാക്കി മാറ്റിയ ആ വ്യക്തികളുടെ പ്രായം നിങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഏറെക്കുറെ എന്ന് പറഞ്ഞാൽ വാളെടുത്ത് കുഞ്ഞുങ്ങളുടെ 10, 15, 12 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കഴുത്ത് വെട്ടാൻ മടിയില്ലാത്ത യുവജനങ്ങളുണ്ടായിരുന്നു ലോകത്ത്. അവരെ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ പറ്റും, അവർ ചില മൊബൈൽ ഗെയിമുകൾക്ക് അടിമകളാണ്. കൊന്നുകളയാൻ പരിശീലിപ്പിക്കുന്ന ഗെയിമുകൾ മൊബൈലിൽ അവൈലബിൾ ആണെന്ന്. നിങ്ങളോർക്കും ഇത് ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമല്ലത്. അവൻ്റെ രഹസ്യ സ്വഭാവത്തിലുള്ള അവൻ്റെ ഒരു ആയുധമാണ് ടെക്നോളജി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെയാണ്. നീ പൂർണ്ണതയ്ക്ക് ആരാണ്? പൂർണ്ണതയ്ക്ക് മാതൃകയാണ്. ഇനി അതിൻ്റെ തൊട്ടു താഴെ ഒരു വചനം വായിച്ചു നോക്കിക്കേ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നെന്ന്. ഈ ലൂസിഫർ എന്ന് പറയുന്ന ദൈവം ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തി സ്വർഗത്തിൽ എവിടെയാണ് താമസിച്ചിരുന്നത്? അവൻ്റെ വീടും പറമ്പും എവിടെയാണെന്ന് ചോദിച്ചാൽ അവൻ്റെ ആധാരം എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുകയാണ്, നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഈ ഏദൻ തോട്ടം ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത് കിടക്കുന്നതെന്ന് പറഞ്ഞു? ഇനി പറ, ഇവൻ എങ്ങനെയാണ് പിന്നെ നമ്മളോട് യുദ്ധം ചെയ്യാതിരിക്കുന്നത്? ആദത്തോടും ഹവ്വായോടും ഏദൻ തോട്ടത്തിൽ നിന്ന്, അവൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും പറമ്പിൽ നിന്നുമാണ് ആരെ പിടിച്ച് പുറത്താക്കിയത്? ആര് പിടിച്ച് പുറത്താക്കിയത്? ഈ ദൈവം പിടിച്ച് അവനെ പുറത്താക്കി. സ്വന്തം വീട്ടിൽ നിന്നും പറമ്പിൽ നിന്നും പുറത്താക്കി. എന്നിട്ട് പുതിയ 2 താമസക്കാർക്ക് അത് കൈമാറ്റം ചെയ്തു. ഇനി പറഞ്ഞു, ഇനി യുദ്ധം ഉണ്ടാക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇനി യുദ്ധം ഉണ്ടാക്കുന്നതിന് കുഴപ്പമുണ്ടോ? പറ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. അവൻ അവിടെ വെച്ച് യുദ്ധം ചെയ്തു. പിശാച് മനുഷ്യനുമായി യുദ്ധം പ്രഖ്യാപിച്ചു. ആ യുദ്ധത്തിൽ മനുഷ്യൻ പരാജയപ്പെട്ടോ? ഇല്ലേ? ഉറക്കെ പറഞ്ഞേ, പരാജയപ്പെട്ടു. ആ യുദ്ധത്തിൽ പിശാച് വിജയിക്കുകയും മനുഷ്യൻ പരാജയപ്പെടുകയും ചെയ്തു. ഏദൻ തോട്ടത്തിൽ ആളില്ലാതായി. ഇനി ഈ ആദ്യം മിഖായേലുമായി യുദ്ധം ചെയ്ത് ഈ ലൂസിഫറിനെയും അവൻ്റെ കൂട്ടാളികളെയും ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞല്ലോ. ഈ പുറത്താക്കിയിട്ട് അവനെ എങ്ങോട്ടാ വിട്ടേക്കുന്നതെന്ന് അറിയാവോ? അവന് താമസിക്കാൻ സ്വർഗത്തിന് പുറത്തൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതെവിടെയാണ് അവന് താമസിക്കാനുള്ള സ്ഥലമെന്ന് നമുക്കൊന്ന് കണ്ടാലോ? ലൂസിഫറിന് നമ്മുടെ എതിരാളിയെക്കുറിച്ചൊന്ന് പഠിക്കുക കേട്ടോ. ഹലോ, നമ്മുടെ എതിരാളിയെക്കുറിച്ചൊന്ന് പഠിക്കണത്. അവന് താമസിക്കാനുള്ള അവന് പുതിയ വീടും സ്ഥലവും സ്വർഗത്തിൻ്റെ പുറത്ത് വെളിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലം ഒന്ന് കാണാം നമുക്ക്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം എടുത്തു. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 7 തൊട്ടെടുത്ത് വായിക്കുമ്പോൾ കാണാം. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. എന്നാൽ പിശാച് പരാജയപ്പെട്ടു. അതോടെ ആർക്ക് അവിടെ ഇടമില്ലാതായി? സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. വീണ്ടും താഴേക്ക് വായിച്ചോ. എവിടെയാ അമ്മച്ചി? അപ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഭൂമി ആരുടെ പേരിലായിരുന്നു ആധാരം കിടക്കുന്നതെന്ന്? ഹലോ പറയേ. ഇവിടെ ആദ്യത്തെ താമസക്കാരാരാണ്? സ്വർഗത്തിൽ നിന്ന് ഒരു വിധത്തിൽ അവനെ പുറത്താക്കി. ഇവിടെ അവനൊരു സെറ്റപ്പൊക്കെ ചെയ്തു വന്നപ്പോഴേ മനുഷ്യനെയും വീണ്ടും ദൈവം എങ്ങോട്ടയച്ചു? ഭൂമിയിലേക്ക് അയച്ചു. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങളുടെ എതിരാളി എങ്ങാനും നല്ല അവസരത്തിന് ഒത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അവനുമായിട്ട് തമ്മിത്തല്ല് ഉണ്ടാക്കുമോ? ഇല്ലേ? ഉണ്ടാക്കും. പിശാച് ഇപ്പോൾ ഭൂമിയിൽ വന്നപ്പോൾ നമുക്ക് എതിരായി തമ്മിത്തല്ല് ഉണ്ടാക്കുമോ? ഇല്ലേ? ഉണ്ട്. എന്നാൽ വീണ്ടും ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം എടുത്ത് വായിച്ച്. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും
സ്വീകാര്യനാകിയില്ലേ? പാപം എവിടെ തന്നെ പതിയിരിക്കുന്നു എന്ന് അതിനിവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ശ്രദ്ധിച്ചേ. നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുമ്പോൾ തന്നെ നമുക്കെതിരെ ആര് യുദ്ധം പ്രഖ്യാപിക്കും? അതുകൊണ്ടാണ് തിരുസഭ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ശിരസിൽ മാമോദീസ ജലത്തിലൂടെ അവനെ ഉത്ഭവഭാവത്തിൽ നിന്ന് വിമോചിപ്പിച്ചുകൊണ്ട് ദൈവമകനും ദൈവമകളുമാക്കി രൂപാന്തരപ്പെടുത്തുന്നത്. ചേർന്ന് പറഞ്ഞ് വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ജീവനോട് പറഞ്ഞ് ഹല്ലേലൂയാ. അത് ഓർത്ത് നോക്കണം. ദൈവം തിരുസഭയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന മാമോദീസായുടെ വില. പിശാചിനെതിരെ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ, കുദാശകളുടെ ആരംഭത്തിൽ മാമോദീസായിലൂടെ തിരുസഭയിലൂടെ നമ്മളെ ചേർത്തൊട്ടിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ യുദ്ധത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്ന സംരക്ഷണ കവചമാണ് മാമോദീസാ ജലം. അപ്പൊ നമ്മളിവിടെ യുദ്ധം ചെയ്യണോ വേണ്ടേ? പറ. ഇത് ആരുടെ ലോകമാണ്? ഈ ഭൂമി ആരുടെയാണ്? അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നത്, കർത്താവേ, ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് അവനെ. അപ്പൊ ലോകം എന്ന് വിളിക്കുന്നത്, ദൈവം ലോകം എന്ന് വിളിക്കുന്നത് ഈ ഭൂമി, ഈ ഭൂമിയിലെ സംവിധാനങ്ങൾ, ലോകം. ഇതിനെ ഇംഗ്ലീഷിൽ പാസീവ് വേൾഡ് എന്ന് വിളിക്കും. എന്ത് വേൾഡാണ്? പാസീവ് വേൾഡ്. ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കേട്ടോ, നോക്ക്, ഈ ലോകത്തിന്റെ അധികാരി. ഇനി ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 7 മുതൽ എടുത്ത് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, യേശുവിനെ ഒരു ഉയർന്ന ഗോപുരത്തിന് മുൻപിൽ കൊണ്ടുവരുത്തിട്ട് ഒരു നിമിഷം കൊണ്ട് അവനെ ലോകം മുഴുവൻ ചുറ്റിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ മുഴുവൻ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നീ എന്നെ ഒന്ന് കുമ്മിട്ട് ആരാധിച്ചാൽ ഇത് മുഴുവൻ ആർക്ക് തരാം? ലോകവും അതിൻ്റെ സൃഷ്ടപ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളും എല്ലാം പിശാചിന്റെ, അവന്റെ മിഥ്യയായ സൃഷ്ടി മാത്രമാണ്. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് സഭാപ്രസംഗിയുടെ പുസ്തകം പറയുന്നത്, ലോകവും അതിൻ്റെ മായകളും എല്ലാം പോയി പോകും. അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു. ഈ ലോകത്തിൽ പിശാച് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ കാരണം അവനെ അവൻ്റെ വീട്ടിൽ നിന്നും അവൻ്റെ പറമ്പിൽ നിന്നും അവനെ പുറത്താക്കിയത് നമ്മൾ കാരണമാണ്. അതുകൊണ്ട് നമുക്കാണ് അവിടെ വീണ്ടും റീപ്ലേസ്മെൻറ്റ് തന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, സ്വർഗം പറഞ്ഞു, പിതാവായ ദൈവം പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ വെച്ച് പിശാചിനെ പരാജയപ്പെടുത്തി നിങ്ങൾ തിരികെ വരുമ്പോൾ ജീവൻ്റെ കിരീടം ഞാൻ നിങ്ങൾക്ക് നൽകും. പക്ഷേ ഇത് മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ആരെ പരാജയപ്പെടുത്താൻ? സാത്താനെ പരാജയപ്പെടുത്താൻ. അതുകൊണ്ട് തന്നെ സാത്താനെ പരാജയപ്പെടുത്താൻ സ്വർഗം തന്നെ താഴെ ഇറങ്ങി വന്നു. യേശു അത് പൂർത്തിയാക്കി. 3 ആണിന്മേൽ തറയ്ക്കപ്പെട്ട് വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തേറ്റ്. ഞാനിത് ഒറ്റ വാക്കി പറയുന്നതാണെന്നറിയാമോ? ഇത് തന്നെ ഒരു ധ്യാന വിഷയമാണ്. ഇത് തന്നെ ഒരു 3 ദിവസം ധ്യാനിക്കേണ്ട വിഷയമാണ്. ഇതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ, ഒരു മണിക്കൂർ 2 മണിക്കൂറൊന്നും പോരാ, തീരത്തില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മുമ്പിൽ അവൻ എന്നേക്കുമായി പരാജയപ്പെട്ടു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് കൊളോസ്യോസ് ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം പറയുന്നത്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. നമുക്ക് ആദ്യവചനം ഇതാണ്, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 2:11 പറയുന്നത്, അവൻ്റെ മുമ്പിൽ സകല മുട്ടുകളും മടങ്ങിയിടുന്നത്. യേശുവിൻ്റെ മുമ്പിൽ സകല മുട്ടുകളും മടങ്ങും.